Hello guys, this is Tokyo Boy and Sanskrit is here. I think overall has been more than 2 months. ഈ സർവർ നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആണ്. ആൻഡ് ഈ ഒരു സർവർ RP+ സർവൈവലാണ്. ആൻഡ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വോയിസ് ചെറിയ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇവിടെ എക്സിറ്റാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സർവറിൽ ഓൾറെഡി ഒരു വട്ടം കളിച്ചതാണ്. ലൈക്ക് എൻ്റെ സർവറിലാണ്, ബട്ട് ഞാൻ വേറൊരു അക്കൗണ്ട് വെച്ചിട്ട് സർവറിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ അക്കൗണ്ട് ഞാൻ റിവീൽ ചെയ്താൽ ഇപ്പോൾ പ്രശ്നങ്ങൾ കുറേ ഉണ്ടാവും. അത് ഞാൻ അക്കൗണ്ട് റിവീൽ ചെയ്യുന്നില്ല. അതിൽ ഞാൻ കളിച്ചിട്ട് കുറേ അത്യാവശ്യം ഷൂട്ടിങ് സെറ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ഞാൻ അതെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇയാളെ ബേസിക്കാണ് പോകുന്നത്. ആ ഒരു ബേസ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ഫുഡ് ഫാം അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ഈ ഡേർട്ട് ബ്ലോക്കിൻ്റെ അടിയിൽ ഞാൻ പറഞ്ഞില്ലേ, ഫുൾ ഡയമണ്ട് ആർമർ, ഫുൾ എവറിത്തിങ് ഞാൻ സെറ്റ് ചെയ്ത് തന്നെയാണ്. വിത്ത് പ്രൂഫ് എൻ്റെ കയ്യിൽ അത്യാവശ്യം ഇല്ല, കാരണം ഇപ്പോൾ റിവീൽ ചെയ്ത അക്കൗണ്ട് റിവീൽ ചെയ്ത കുറേ ആൾക്കാരെ വിത്ത് എവറിത്തിങ് ഞാൻ കുറേ ഇതുണ്ട്. ആൻഡ് ഇതിൽ കുറേ ടീംമേറ്റ്സ് ഉണ്ട്. ആൻഡ് ഞാൻ ആദ്യം നമ്മളെ മണവാളനും അതുപോലെ TW ഫാൽക്കൺ അവരായിട്ടായിരുന്നു ടീംമേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ടീംമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ലൈക്ക് ഒരു പുതിയ റൂൾ വന്നിട്ടുണ്ട്. ഒരു ടീമിൽ 3 ആൾക്കാരെ പറ്റുള്ളൂ എന്നുള്ളത് റൂൾ വന്നുകൊണ്ടൊക്കെയാണ്. ഇറ്റ്സ് അഡീഷണലി ആഡിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ മണ്ടു തുടങ്ങോട്ടെ. ഞാനിപ്പോൾ വേറെ ടീമിലോട്ട് കയറാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മൗസ് നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. അതെനിക്ക് മൗസ് ഞാനിപ്പോൾ എത്ര ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് പ്രോബ്ലം. ഇപ്പോൾ ഞാൻ മാത്രമേ സർവറിലുള്ളൂ. അപ്പോൾ ഈ സ്കൂട്ടാണ് ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്കൊരു സെലക്ടർ ടൂൾ കിട്ടും. ഇതാണ് സെലക്ടർ ടൂൾ. അപ്പോൾ സെലക്ടർ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പല സെലക്ടറും സെലക്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വോയിസ് ചാറ്റിൻ്റെ സിമ്പിൾ വോയിസ് ചാറ്റ് നിങ്ങൾ ട്രെയിലർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്കിട്ട് ട്രെയിലറിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്പം ഇതാണ് സെലക്ടർ ടൂൾ. സ്പോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റാങ്ക് ഉണ്ട്. റാങ്ക് എന്താ വെച്ചാൽ ഇത് പലതരം റാങ്ക് ആവാം. അതിന് പൈസ എടുത്തിട്ട് നമുക്ക് കിറ്റ് കിട്ടും. അപ്പോൾ പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, ഭാഷ നോക്കണ്ട, ഭാഷ റെഡി ആക്കി കൊണ്ടുപോവുകയാണ് യൂണോ. പിന്നുള്ളത് റാങ്കപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ പൈസ കൊടുത്തിട്ട് തിരിച്ചമ്മങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്. പല റാങ്കിനനുസരിച്ച് നമുക്ക് അത്യാവശ്യത്തിന് ഗോളും വാങ്ങുന്നുണ്ട്. പിന്നുള്ളത് പിന്നെ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റ് പോയിട്ട് നിങ്ങൾക്ക് ഷോപ്പ് വാങ്ങാം. പിന്നെ PvP വരുന്നത് PvP സെറ്റാകുമ്പോൾ നിങ്ങൾക്ക് ഹോം കിട്ടുന്നുണ്ടായിരുന്നു. ഹോം കിട്ടുന്നുള്ളത്. പിന്നെ ജോബ് നിങ്ങൾക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് നോക്കാം ഇതിന് എത്ര രൂപ കിട്ടുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് പറയാം ഇത് ഞങ്ങൾ ഒഴിവാക്കും, കാരണം ഓൾറെഡി നിങ്ങൾക്ക് ചെയ്യുന്നതിനായിട്ട്. പിന്നെ ഹെൽപ്പ് ഈ ഇതിലുള്ള ഒരാൾക്കും അത്യാവശ്യം ആർക്കും അറിയുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞ ഈ ഹെൽപ്പ് തന്നെ അഡ്മിൻസ് ഓൺലൈൻ ഉണ്ടെങ്കിൽ അഡ്മിൻസ് ഓൺലൈൻ ഇല്ലെങ്കിൽ ഇതേമാതിരി കാണിക്കും. ഇനി അഡ്മിൻസ് ഓൺലൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവർക്ക് ഹെൽപ്പ് പോയി നിങ്ങൾക്ക് 15 മിനിറ്റിനുള്ളിൽ അഡ്മിൻസ് അവിടെ എത്തും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം റിപ്പോർട്ടിനായിട്ട്. ഇനി അഥവാ നിങ്ങൾക്ക് വലിയ വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ പ്രൂഫ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ജനറൽ സപ്പോർട്ടായിട്ട് നിങ്ങളെ ലൂട്ട് പോയി എന്നിട്ടോ അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടായിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് റേറ്റ് ഡിസ്കൗണ്ട് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ആൻഡ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അതുപോലെ ഇതിൽ അത്യാവശ്യം മാർക്കറ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൽ ഷോപ്സ് ഇങ്ങനെ ആയിരിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, കുറെ വലിയ കടയായി. എനിക്ക് തന്നെ ഇതിന്റെ വയ്യാളൊന്നും അറിയുന്നത് ഞാൻ ഇറക്കി കൊടുക്കുകയാണ്. ഇതാണ് വില്ലേജ് ഷോപ്പ്. ഫോണിലും ഉണ്ട്. ഇത് വാങ്ങാൻ 8 സ്ലോട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 8 സ്ലോട്ടും കിട്ടും. അതുപോലെ 8 സ്റ്റോറേജ് സ്ലോട്ടും കിട്ടും. അതുപോലെ 10,000 രൂപയാണ്
ഈ ഒരു ഷോപ്പ് വാങ്ങാം. ഇനി നിങ്ങളതിൽ ക്യാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ക്യാഷ് യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് കയറപ്പോൾ വേണ്ടിയിട്ട് ഷോപ്പ് നാളെ ക്രിയേറ്റ് ചെയ്യാം. മാമനെ കാണും. ഓക്കെ ഗൈസ്, ദാറ്റ് ഈസ് മാമന്റെ കട. ഇതാണ് ഇതിലുള്ള കുറെ ആൾക്കാർക്ക് ഈ മാമന്റെ കട അറിയില്ല. ഇതാണ് സ്ക്രാപ്പ് ഷോപ്പ്. നമ്മുടെ സ്ക്രാപ്പ് മാമനാണിത്. അപ്പൊ സ്ക്രാപ്പ് മാമനെ മേക്ക് തൊട്ട് അങ്ങനത്തെ കുറച്ച് സാധനം നിങ്ങൾക്ക് വെക്കാൻ പറ്റും. തൊട്ട് ചിലതൊക്കെ ആഡ് ചെയ്യണുള്ളൂ. ഇനി അഥവാ നിങ്ങൾക്ക് വിറ്റിട്ട് പൈസ കിട്ടണില്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, എന്തായാലും നിങ്ങൾക്ക് പൈസ സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിലുള്ള വിൽക്കുന്ന സെറ്റപ്പോ അങ്ങനെ സെറ്റ് ചെയ്യാൻ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഷോപ്പ് ഉണ്ട്. അടിയിലത്തെ റോക്ക് നല്ല വില. പിന്നെ സിറ്റി കുറെ പേര് പറഞ്ഞിരുന്നു നല്ല ലാഗ് ഉണ്ട്. അപ്പൊ എന്റെ FPS ഇപ്പൊ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് 7, 5, 9, 10 ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് FPS നല്ല കിട്ടും. പക്ഷെ ഈ ഒരു ബിൽഡിംഗ് ഇതാണ് ഗൈസ് നമ്മളിതിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് ബിൽഡിംഗ് എന്ന് പറയാം. അത്യാവശ്യം മോഡേൺ ഹൗസ് ഇതൊക്കെ നമ്മൾ വിൽക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഫോണിൽ താഴത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഗ്യാങ് ഹൗസ് സെറ്റപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടോ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി എന്തെങ്കിലും റൂൾസിന് അഗേൻസ്റ്റ് ചെയ്താല് ഇവിടെ പോലീസ് ഫാമുണ്ട്, ഇവിടെ ജയിലുണ്ട്. അതൊരു ഡ്രസ്സിംഗ് ഷോപ്പാണ്. ഷോപ്പിൽ നിന്ന് ഡ്രസ്സും പക്ഷെ അത്യാവശ്യം വില കിട്ടണം. ലൈക്ക് നിങ്ങൾക്ക് ഫുൾ നെതറായി നിങ്ങൾക്ക് പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമ്മിങ് വരിക. ഇത് മൊത്തം നെതറായിട്ട് നിങ്ങൾ കാണുന്നത് ഞാൻ മൂവീസ് ഉണ്ട്. ഒരു ഷെൽട്ടർ ബോക്സ് ടൂൾ ടിപ്പ് ഞാൻ മോഡ് എടുത്തില്ല, സോറി ഫോർ ദാറ്റ്. ഇത് മൊത്തം ആർമർ ആട്ടോ. ഇതില് മൊത്തം ആർമർ ഉണ്ടാവും. നിങ്ങൾക്ക് എത്ര 1 ലക്ഷം അതോ 10 ലക്ഷം, ബട്ട് ഫുള്ളി നെതറൈറ്റ് ആണ്. ഫുള്ളി നെതറൈറ്റ് വിത്ത് ആ ഒരു കളർ ട്രിം ആയി കിട്ടും. ഈ ട്രിമ്മിലേക്കും ഈ ഒരു ട്രിമ്മിൽ നിങ്ങൾക്ക് ആ കളറിന്റെ ഷെൽട്ടർ ബോക്സിലേക്ക് ഞാൻ ഇത് കണ്ടു നോക്കിയല്ല, ഞാനിത് നോർമലായിട്ട് കളിക്കാം. പിന്നെ കഫേന്ന് നിങ്ങൾക്ക് ഷോപ്പ് വാങ്ങാം. അപ്പൊ നിങ്ങളൊരു ഷോപ്പ് വാങ്ങി നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ കഫേയില് ഗാൻസിന്റെ പേരിൽ, ഗാൻസ് ഒരു ഓണറാണ്, അവന്റെ പേരിൽ ഒരു ഷോപ്പിന് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വാങ്ങിയാല് അത് നേരെ ഗാൻസിന്റെ അക്കൗണ്ടിലേക്കും പൈസ പോകാം. ഗാൻസ് ഇത് കളിക്കില്ല, പക്ഷെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി വെച്ചാണ്. ഓക്കെ നമുക്ക് ഇല്ലതാ നമ്മളിപ്പോ എക്സാമ്പിൾ ആയിട്ട് എന്തെങ്കിലും പൈസ ഇല്ലല്ലോ. പൈസ ഈ സ്കോർ ബോർഡത്തെ നോക്കണ്ട, സ്കോർ ബോർഡത്തെ അല്ല. അപ്പൊ നിങ്ങൾ വാല്യൂ വെച്ചാലും മതി, നിങ്ങൾ മനസ്സിലാക്കും. 0.2 rupees വെൽഡാൻ. ആൻഡ് ഇതിൽ അത്യാവശ്യം കുറച്ച് സെറ്റപ്പ് അവിടെ ഹോസ്റ്റൽസ് ഉണ്ട്. നിങ്ങൾ ഇവിടെ ചുറ്റി കറങ്ങാൻ നോക്കാൻ തന്നെ അത്യാവശ്യം സംഭവം തന്നെയുണ്ട്. ഞാൻ കാണിച്ചു തരാൻ കഴിയും തോന്നുന്നു, പക്ഷെ നല്ല ട്രൈ ചെയ്യാം. ഇത് ബിൽഡിംഗ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് വാങ്ങണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് ജനറൽ സപ്പോർട്ടിൽ ഒരു ടിക്കറ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ബിൽഡിംഗ് തന്നെ വാങ്ങാം. ഓക്കെ, ഇവിടുന്ന് അങ്ങോട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാൻ ചോദിക്കുന്നത് സിമ്പിൾ വേ ഉണ്ട്, പേടിക്കണ്ട. ഈ വഴിയാണ് ഗൈസ് ഹോസ്പിറ്റലിലേക്കും അങ്ങനെ പോകാറുണ്ട്. ഇവിടെ ഷവർമ ഷോപ്പ് നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ ട്രെയിലർ നിങ്ങൾക്ക് കാണാം. ട്രെയിലർ നിങ്ങൾക്ക് അടിയിൽ പിൻ ചെയ്യാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇവിടെ ഒരു വില്ലേജർ മാർക്കറ്റ് ലൈക്ക് ഒരു ഷോപ്പ് കീപ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ പേരിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഷോപ്പിന് വേണ്ടിയിട്ടുള്ള ജനറൽ ടിക്കറ്റ് പർച്ചേസ്, ഷോപ്പിന് വേണ്ടിയിട്ട് തന്നെ ടിക്കറ്റ് ഉണ്ട്. ഇനി ഇതിനെ ടിക്കറ്റ് എങ്ങനെ എടുക്കലെന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടോക്കിയോ പോയിട്ട് ഗൈഡ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത്. ഇതാണ് ഹോസ്പിറ്റൽ കോർട്ട്. ഹോസ്പിറ്റൽ ഈസ് ഇൻ ബിഗ്, ഐ തിങ്ക് സോ. ഹോസ്പിറ്റൽ ചെറുതാണ്, ഭയങ്കര ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇത് ഞാൻ ഫ്രീ ക്യാമറ ഓട്ടോ യൂസ് ചെയ്യുന്ന കേസ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിതവിടെ ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നതാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഇനി പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിന് ഇതില് അത്യാവശ്യം ഉണ്ടാവും. അതൊക്കെ ഫുള്ളി ബിൽഡിങ്സ് ആണ്. നിങ്ങൾക്ക് സിറ്റി ലാഗ് ഉണ്ടെങ്കിൽ മാക്സിമം വലിയ വലിയ ബിൽഡിങ്സിലോട്ട് നോക്കാതൊക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് FPS കാണും. ഇപ്പൊ എന്റെ ബൂസ്റ്റ് ആണോ എന്റെ വീടോടെ എന്റെ റിയൽ ബേസ്. ഇനി ഗൈസ് റിയൽ ബേസ് കാണിക്കുമ്പോൾ എന്റെ മാപ്പ് എപ്പോഴും
സോറി ഇതല്ല. ഗൈസ് PvP എന്ന് പറയുന്നത് വോയിസ് ഓവറാണ്. കാരണം വോയിസ് കട്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ എൻ്റെ വോയിസ്. അപ്പോൾ PvPയിൽ നിങ്ങൾക്ക് അത്യാവശ്യം അവിടെ NPCയും കള്ളി ഇനി വരും. കാരണം ഇത് ഓരോ കിറ്റ്സിന് നമ്മൾ സെറ്റ് ചെയ്യണുള്ളൂ. എൻ്റെ PvP ലെറ്റ്സ് ഗോ PvP കമോൺ GG's. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് മോൺസ്റ്റർ. ഓക്കെ, ആൻഡ് PvPയിൽ കുറേ അത്യാവശ്യം സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ബ്ലോക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ അങ്ങനെ പുറത്ത് കറങ്ങാം. ബ്ലോക്ക് വെക്കാൻ പറ്റില്ല. ഗ്ലിച്ച് യൂസ് ചെയ്യാം. ഓക്കെ ഗ്ലിച്ച് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടോ. ഓക്കെ, എന്തായാലും ബേസിൻ്റെ കോർഡിനേറ്റ്സ് എനിക്കറിയില്ല, ഞാൻ വെറുതെ കറക്കുന്നില്ല. എന്തായാലും ബാക്കി വിഷയസ് നിങ്ങൾക്ക് കിടക്കാം, അത്ര നടക്കുള്ളൂ. ബേസ് ഇപ്പം ഇറങ്ങിയതാണെങ്കിലും ബേസ് കിട്ടിയില്ലെങ്കിലും ഒരു ട്രൈഡൻറ്റിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രൈഡൻ കിട്ടും നോക്കാം. ഓക്കെ കമോൺ. അത്യാവശ്യത്തിന് ലാഗും കാളും വരുന്നുണ്ട്. എൻ്റെ മൗസ് ചതിക്കുന്നു ഗൈസ്. എൻ്റെ കണ്ടോ, റൈറ്റ് ക്ലിക്ക് വർക്കാവുന്നില്ല, ലെഫ്റ്റ് എടുക്കും ചില ടൈമിൽ വർക്കാവില്ല. ഓക്കെ കമോൺ ലെറ്റ്സ് ഗോ കമോൺ. രണ്ടെണ്ണോ? ഓക്കെ ട്രൈഡൻ ഗൈസ്, ട്രൈഡൻ കിട്ടി. ഓക്കെ, ഇനി നമ്മളിതിൽ റിപ്പ് ട്രൈഡർ എടുത്ത് പറക്കും ഗൈസ്. റിപ്പ് ട്രൈഡർ എടുത്ത് പറക്കും, ഉറപ്പാടേ നമ്മൾ പറക്കും. ആൻഡ് എന്തായാലും ബേസ് തപ്പിയിട്ട് ഇറങ്ങിയിട്ട് ഒരു ബേസ് പോയിട്ട് ഒന്നിനും കിട്ടിയില്ല. അപ്പോൾ വെറുതെ ടൈം കളഞ്ഞു പറയാം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇതാണ് സ്റ്റേഡിയം. നമ്മുടെ സർവർ ലോഞ്ച് കാണും ഇവിടെ നേരിടും. ഇവിടെ ഇപ്പൊ എന്തോ നടക്കുകയാണ്. ഐ തിങ്ക് സോ ദിസ് ഇസ് ബോട്ട് റേസ്. നമ്മൾ കുറെ മുമ്പ് ഇട്ടിട്ടുണ്ട്, ബട്ട് ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നെറ്റ് ഇഷ്യൂ ഗൈസ്. എല്ലാവർക്കും ഇവിടെ നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. സർവറിന്റെ നെറ്റ് ഇഷ്യൂ അല്ല, സർവറിന്റെ അല്ല ഗൈസ്. എല്ലാവർക്കും ആ ഒരു ഭാഗത്ത് ഒരു ഭാഗമുണ്ട് ഗൈസ്. ആ ഭാഗത്ത് നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യണം. സർവറിൽ ഇപ്പൊ ആരുമില്ല. സാധാരണ ഈ ടൈം ആവുമ്പോ മാക്സിമം രണ്ടുള്ള കയറുന്നത്. ഇതിൽ എന്തൊക്കെ പ്ലഗിൻസ് എന്ന് ചോദിച്ചാൽ ഡെത്തിന്റെ ഒരു പ്ലഗിൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് വർക്ക് ആവുന്നില്ല. പിന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. എന്റെ കയ്യിൽ ഹാഫ് സ്ലാബ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇരിക്കാൻ ഞാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇരിക്കാം. ഇനി കിടക്കണം സ്ലാഷ് ലേ ബാക്ക് എടുക്കാം. പിന്നെ ഇവിടെയുള്ള സംഭവം അറിയില്ല. സത്യം പറഞ്ഞാൽ ആ ബിൽഡിംഗ് എന്തായാലും അതൊരു സത്യം പറഞ്ഞാൽ ഈ ഒരു വേൾഡ് ലോഡ് ചെയ്തു. ഇതിനുള്ളൊരു മേയർ, ആ മേയർക്ക് നമ്മളെ സത്യം പറഞ്ഞാൽ ജോബിന്റെ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് നമ്മൾ ചെയ്തിരുന്നു. ഇത് വർക്ക് ചെയ്യാതെ ആ മേയർ എന്തിനാണോ മേയർ ഒന്നും വർക്ക് കാണില്ല. ഇത് നോക്കണ്ട, പൊന്തിയതൊന്നുമല്ല. ഇത് ഞാനൊരു മോഡൽ എടുത്ത് 3D സ്കിൻസ് ആണ്. സ്കിൻസ് ഒക്കെ ഒന്ന് 3D ആയിട്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്സ് ആൻഡ് കമൻറ്റ് ആൻഡ് മാക്സിമം ജോയിൻ ചെയ്യുക. IP സൈഡിലുണ്ട് ആൻഡ് PvP എല്ലാം നമ്മൾ RP പ്ലസ് സർവൈവൽ സെർവറാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജോയിൻ. അത്യാവശ്യം തന്നെ ഇതിൽ ഇനിയും സംഭവം, ഇനി എൻഡർ ഡ്രാഗനെ കൊല്ലാം. ഇനി നമ്മൾ ഇതിൽ തുടർന്ന് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നു ഞാൻ. ആൻഡ് ബൈ.